Super. Judges, Yes. today is a very special day. എന്താണ്? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ കുറച്ച് ക്ലൂസ് തരാം. മാന്ത്രിക സംഗീതം കൊണ്ട് തലമുറകളെ വിസ്മയിപ്പിച്ച സംഗീതജ്ഞൻ. ഞാൻ എനിക്ക് വേറൊരു ക്ലൂ തരാം. ആ, ഇവിടെ ഇപ്പൊ ഇല്ലാത്തൊരു ജഡ്ജുണ്ട്. അതെ. നല്ല ക്ലൂ. അതിന് ഷാൻ മാറ്റി കഴിഞ്ഞാൽ ഏകദേശം. അതെ, ഓസ്കാറും ഒരുപാട് ഒരുപാട് അവാർഡ്സും നമുക്ക് സമ്മാനിച്ച നമ്മളുടെ സ്വന്തം AR റഹ്മാൻ സാറിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ റഹ്മാൻ ജി. സാറിന് നമ്മുടെ അമൃത ടിവിയുടെയും സൂപ്പർ സ്റ്റാറിന്റെയും വക വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾക്ക് മതിയായില്ല കേട്ടോ. അതാ പെട്ടെന്ന് ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് നിങ്ങൾ കടന്നു കളഞ്ഞു. പെട്ടെന്ന് തീർന്നു. അദ്ദേഹത്തിന്റെ ഏത് ബിറ്റ് വായിച്ചു കഴിഞ്ഞാലും നമ്മള് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. കാരണം യുണീക്ക് ആയിട്ടുള്ള കമ്പോസിഷനാണ്. MG സാർ, സാറിന് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടാവും. കാരണം പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ. അതെ, റഹ്മാൻ സാറിന്റെ ആദ്യത്തെ മലയാളം സോങ് തന്നെ പാടിയത് അതിനൊക്കെ മുമ്പ് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അതായത് അയിത്തം എന്ന് പറഞ്ഞ വേണുനാഗവള്ളിച്ചേട്ടൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അയിത്തം. അതിനു മുമ്പും പല ചിത്രങ്ങൾക്കും കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ദിലീപ് എന്ന ഈ റഹ്മാൻ. അപ്പം ദിലീപ് എന്ന വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് AVMRR സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അപ്പം അദ്ദേഹം കയ്യിലൊരു കൊച്ചു പയ്യൻ കയ്യിലിങ്ങനെ ഈ കീബോർഡ് വായിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പമ്പ് ചെയ്തുകൊണ്ട് ഒരു സാധനം വെച്ചിട്ട് എക്സസൈസ് 2 കയ്യിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് എക്സസൈസ്, ഹാൻഡ് എക്സസൈസ്, വാശിக்கிறதுக்கு ரொம்ப ഈസിയായിരിക്കും. അപ്പം അന്നേ ഞാൻ നോക്കിയപ്പം ആ ഒരു സംഗീതത്തോടുള്ള ഒരു എന്താണ് ബഹുമാനവും അടുപ്പവും ഡെഡിക്കേഷൻ അദ്ദേഹം അപ്പത്തൊട്ട് കൊച്ചു പയ്യനായിരുന്നെന്ന് അന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ ബന്ധം. പിന്നെ ഞാൻ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് അവിടെ കയറും. AR റഹ്മാൻ ആയതിനു ശേഷം എനിക്കൊരു എൻട്രി ഉണ്ടായിരുന്നു അവിടെ. ചെന്ന് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ആരെയും കാണത്തില്ല, രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ആൾക്കാർ വരുന്നത്. പിന്നെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഹൗസ്ഫുൾ ആവും. അപ്പൊ അവിടെ ആരൊക്കെയാണ്? എന്താ ഹരിഹരൻ, മറ്റേ എന്ന് വേണ്ട ഹിന്ദിയിലുള്ള ഒരുവിധപ്പെട്ട പാട്ടുകാർ. മലയാളത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെയും കൂടെ വിളിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ 12 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി വരെ റെക്കോർഡിങ്. രാത്രി 6 മണിക്ക് അദ്ദേഹം വീണ്ടും റീ റെക്കോർഡിങ്ങിന് പോകും. അവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം കിടന്നുറങ്ങുന്ന 12 മണിക്കാണ്. പിന്നെ രാത്രി 12 മണിക്ക് എണ്ണിച്ച് തുടങ്ങുക. പക്ഷെ നമ്മളപ്പം വർക്ക് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പാടിയിട്ട് പോകുന്ന വഴി ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു അവിടെ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു 8 വരിയുണ്ട് കയ്യിൽ. പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്ക് ആ പാട്ട് ജിയ ജലെ. അപ്പൊ ജിയ ജലെ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഗിരീഷിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, കാരണം അണ്ണാ ഇതെന്തോ ഇത് സിനിമയാണോ എന്ന് ചോദിച്ചു. മലയാളം അല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചു. സിനിമയാണെന്ന് തോന്നുന്നില്ല, ഇത് എന്തോ അദ്ദേഹത്തിന് എന്തോ ആഡാണ്. ഞാൻ പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി എന്തൊക്കെയോ സുന്ദരി വാവേ എന്തെങ്കിലും സുന്ദരി ആഭരണോ മുഞ്ചിരി പറഞ്ഞ സുന്ദരി വാവ ഇടുന്ന ആഭരണത്തിന്റെ വല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് ആഡ്സ് ഉണ്ട്. അപ്പൊ ഇത് കൊടുത്തപ്പോ എന്നെ കൂടെ കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് 12 മണിക്ക് ഫ്രീ ആയിരിക്കുമാന്ന് ചോദിച്ചു. 12 ഈ രാത്രി എന്നൊക്കെ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കൃത്യം എനിക്ക് തന്നെ ആദ്യത്തെ വിളി കിട്ടി. അപ്പൊ അൽക്കാഗ്നി അവരൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചു ഇതുപോലെ. അപ്പോൾ ചോദിക്കാൻ പറ്റുമോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട നീ വീട്ടിൽ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, അത് കാരണം ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഇത് പാടി, ഇത് 2-3 രീതിയിൽ പാടാൻ പറഞ്ഞു. അതങ്ങ് പാടി ഇത് കഴിഞ്ഞ് പോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ ദിൽസേ എന്നുള്ള പടം ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഇത് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലതാജിയുടെ കൂടെ അതൊരു വലിയ ഭാഗ്യം. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എന്താണ് നമ്മൾ അവിടെ പാടുന്ന ഒന്ന് ഏതാണ് പാടുന്നത്. ഇപ്പം എൻ ശ്വാസക്കാറ്റ്
അത് പാടാൻ രാത്രി വെളുപ്പിന് 3:30 4 മണി വരെണ്ടായിരുന്നു. അപ്പോൾ പാടാൻ പറഞ്ഞു. മുതൽ മുതൽ വന്ന കാതൽ മയക്കം, അങ്ങനെ ഒരു ലൈനുണ്ട്, ഒരു ശ്രുതി ആരെങ്കിലും. എൻ ശ്വാസക്കാற்றേ എൻ ശ്വാസക്കാற்றേ യാരടി മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുച്ചുക്കുറകളിൻ യാരടി. അതാണ് സംഭവം. അപ്പൊ ഇദ്ദേഹം കാലിന്റെ താഴെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ശ്രീകുട്ടൻ പാട്. അപ്പൊ ഞാൻ മുതൽ മുതൽ വന്ന കാതൽ മയക്കം നീங்க ഇംപ്രവൈസ് பண்ண മുതൽ മുതൽ വന്ന കാതൽ മയക്കം ചുമ്മാ വരണം. വീണ്ടും മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുതൽ മുതൽ വന്ന കാതൽ മയക്കം മുതൽ മുതൽ വന്ന കാതൽ മയക്കം. ഇങ്ങനെ ചുമ്മാ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും അപ്പൊ പാടി പാടി കുറെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് മനസ്സിലായില്ലെണ്ണ എന്നൊന്നു. ഗുഡ് ലക്ക് കഴിഞ്ഞു ഗുഡ് ലക്ക് കഴിഞ്ഞു വീട്ടിൽ പോയി. അവസാനം ഇത് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഏതോ ഒരെണ്ണെടുത്ത് ഫിറ്റ് ചെയ്തിരുന്നു. പറയുന്ന കേക്കാൻ നല്ല എടുത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നു ആണ് സത്യം. ഞാനൊരു അഞ്ചല്ല കുറെ എണ്ണം പാടിയത്. അല്ല, എത്ര പാടിയാലും ഇഷ്ടമാണ് റഹ്മാൻ. വേറൊരു കാര്യം സാർ പടകാളിയാണ്. പടകാളി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ പോയിട്ട് സോളോ ആയിട്ടാ പാടിയത്. സോളോ എന്ന് പറഞ്ഞാൽ എന്റെ പോർഷൻ. പക്ഷെ എന്റെ പോർഷൻ മാത്രം അത് പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു അടിപൊളി പാട്ട് പാടുമ്പോൾ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിലി മർഗിലി ഭഗവതി അടിയണി ഓടിന്നിത്തിരി കനിയണമേ പറമേളം ചണ്ടച്ചെങ്കുല തൃത്തൊരു മെത്തല മരമണിക്കണികിടി പടതാളം തക്കിടകട കഥ ചുവടുകളിൽ ഒരു ചുടിയുടെ വീഴുതേ ഹോയ് അമ്മ ഹോയ് ഹോയ് അടപൊളി ഇതിപ്പോ കുറെ നാള് പാടിയോണ്ടാ ഇങ്ങനെ. ആദ്യമായിട്ട് പാടും മൂക്കിട്ട് ഇച്ച എണ്ണാന്ന് വരയ്ക്കും. അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റെപ്പിൽ പാടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുഴവയിൽ അഴിവ് കുഴവയിൽ 70 കിഴവികൾ അഴകോട്ട് ചെറപറ ഇടിയിടിയോ. അപ്പൊ ഈ വരി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ ഇതെന്റെ തലേ വരുവോ എന്ന് ഇങ്ങനെ കുഴവയിൽ 70 കിഴവികൾ അഴകോട്ട് ചെറപറ ഇടിയിടിയോ. തൊലിയോട് തൊലി അടിയിലൊരു ഇടി കുഴവി. അതൊക്കെ ആ പോർഷൻ ദൈവാനുഗ്രഹത്തിന് ദാസേട്ടന് കിട്ടി. ഞാൻ രക്ഷപ്പെട്ടു ദാസ. അപ്പം പക്ഷെ അടുത്തേല് സാറിനുണ്ട് അല്ല എന്നാലും ഉണ്ട്. പക്ഷെ ഇതാണ് അതിനകത്ത് ഏറ്റവും കുഴപ്പം പിടിച്ചത്. അപ്പം ഏറ്റവും ഒരു കോമഡി എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇനി അങ്ങ് പറയാം, കുഴപ്പമില്ല. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. അതായത് ഈ പാട്ട് പാടിക്ക് കഴിഞ്ഞ ഉടനെ ദാസേട്ടൻ വന്നു. ദാസേട്ടൻ വന്നിട്ട് ഇത് പാടിയപ്പോഴത്തേക്ക് ഈ പോർഷൻ കുഴവയിൽ 70 കിഴവികൾ അഴകൊട്ട് കുഴവയിൽ 70 കിഴവികൾ അഴകൊട്ട് ചെറപറ ബിച്ചു. ഇപ്പൊ ബിച്ചുവേട്ടനുണ്ട്. പിന്നെ തൊലിയോട് തൊലി അടിയിലൊരു ഇടി കുഴവി മാങ്ങാപ്പഴം എടാ വിച്ചു വീണ്ടും വിളിച്ചു. അപ്പൊ വിച്ചുവേട്ടൻ അപ്പൊ ഇദ്ദേഹം ഒരുവിധം പഠിച്ച് വരിക. അപ്പൊ പറഞ്ഞു പഠിക്കുകയാണ്. കുഴവിയിൽ 70 കിഴവികളാണ് അഴകൊട് ചെറപറ കുഴവിയിൽ 70 കിഴവികൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കും. വിച്ചുവേട്ടൻ പറഞ്ഞു വേണേ ദാസേ അവര് ഒരുമിച്ച് പഠിച്ചത്. ദാസ വേണേ മാറ്റി തരാന്ന് പറഞ്ഞു. നീ ഒരു നാഴിയിൽ വേറൊരു നാഴി ഇറക്കാൻ നോക്കണ്ട. ഇതുവരെ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. താങ്ക് യു. ദാസന്റെ അടുത്ത് ചോദിക്കാം നാഴി ഇറക്കുന്നതിന്റെ രഹസ്യം. എനിക്ക് ഇതുവരെ അതിന്റെ കാര്യം മനസ്സിലായി. സൂപ്പർ. ശരത് സർ എന്തോ പറയൂ സർ. ഇല്ല, റഹ്മാൻ എന്ന് പറയുമ്പോൾ എനിക്കും AS ദിലീപ് കുമാറാണ്. കാരണം ഞങ്ങള് കുറെ ഞാൻ ട്രാക്ക് പാടിയതിനൊക്കെ റഹ്മാനായിരുന്നു കീബോർഡ്. അപ്പം അന്ന് മുതലേ ഒരു സന്തോഷം. റഹ്മാൻ എന്നെ സുജിത്ത് എന്നേ അറിയാവൂ, ഇപ്പം മാറ്റി കാണും. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ അന്നേ കാണുമ്പോൾ ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പുതിയ ഐറ്റങ്ങൾ റഹ്മാൻ കൊണ്ടുവരും. ആദ്യമായിട്ട് ഞാനൊരു ഒരു കൊച്ചു സാമ്പിളർ കാണുന്ന റഹ്മാൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് അന്ന് രാജാമണി ചേട്ടനായിരുന്നു കണ്ടക്ട് ചെയ്തത്. അപ്പോൾ രാജാമണി എന്നൊക്കെ ഇത് വെച്ചിട്ട് പല പരിപാടികളും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊക്കെ ഞാൻ വേറൊരു കാര്യം പറയണ്ട. ശേഖർ സാറിൻ്റെ മകനാണല്ലോ, അതറിയാമോ? RK ശേഖർ ഒരു ഉഗ്രം കമ്പോസർ.
പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ശേഖർ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം വലുതായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ആകെ സമ്പാദിച്ച ഈ കീബോർഡ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ റഹ്മാൻ എന്നുള്ള അന്ന് ചെറുപ്പത്തിൽ റഹ്മാൻ ഈ കീബോർഡ് ഹയറിന് കൊണ്ട് കൊടുത്തിട്ട് സ്റ്റുഡിയോയുടെ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാടക വാങ്ങിച്ചാണ് അതിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാടക വാങ്ങിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിനും ആ ഒരു ടാലൻറ്റിനും ദൈവം തമ്പുരാൻ കയ്യിൽ അങ്ങോട്ട് വൃത്തിയായിട്ട് കൈവച്ച് അങ്ങ് അനുഗ്രഹിച്ച് അതുകൊണ്ടല്ലേ ടോപ്പിൽ പോയത് റഹ്മാൻ. അപ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷമാണ്. നമ്മളൊക്കെ സമപ്രായക്കാരാണ്. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ടോണൽ സെൻസ് ഉണ്ട് റഹ്മാൻ. അയ്യോ ഫാന്റാസ്റ്റിക്. ആ സമയത്ത് നമ്മളൊരു മണിയേട്ടൊക്കെ ഒരു ദിലീപേ എടാ ഒരു ബെല്ലിടറാ, ഒരു ബെല്ല് ചോദിച്ചാൽ ജിങ്കിൾ ബെൽസ് ഇടുന്ന ആളാണ് റഹ്മാൻ. ഒരു നിവൃത്തിയില്ല. അപ്പോഴേ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ആദ്യത്തെ പടം എൻ്റെ ക്ഷണക്കത്ത് ചെയ്യുമ്പോൾ നമ്മുടെ വിൻസെൻ്റേട്ടനാണ് ഇൻചാർജ്. അപ്പോൾ വിൻസെൻ്റേട്ടാണെന്ന് പറഞ്ഞു, വിൻസെൻ്റേട്ടാ റഹ്മാനെ കിട്ടിയാൽ കൊള്ളാം പ്രോഗ്രാമിങ്ങിന്. ಮೊನ್ನೆ ഈ പടത്തിൻ്റെ പൈസ മേടിക്കാൻ റഹ്മാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് 3500 4000 എന്തോ ആണ് റഹ്മാൻ ചാർജ് ചെയ്യുന്നത്. അല്ലാത്ത കീബോർഡ് പെയർ 750 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. അത് മലയാളത്തിന് താങ്ങത്തില്ലെന്ന് തോന്നി. ഫസ്റ്റ് പടം ആയതുകൊണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹം നടന്നില്ല. റഹ്മാൻ എനിക്ക് പ്രോഗ്രാം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം അത് അത്ര ഒരു ടോണൽസ് നമ്മളൊരു ടോൺ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു സാധനം തരും. അത് നടന്നില്ല. അതൊരു വിഷമമാണ് ഇപ്പോഴും. അത് കഴിഞ്ഞു നമ്മൾ പടം ചെയ്തു. റഹ്മാൻ ആ റോജ എന്നുള്ളത് എന്തൊരു ഹിറ്റെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ആറ്റം ബോംബായിരുന്നു. അപ്പോൾ അത് എല്ലാവരും സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു പുതുമ കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വമാണ് റഹ്മാൻ. നമ്മളത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതുവരെ കേൾക്കാതിരുന്ന ഒരു സൗണ്ട് അത് കൊണ്ടുവന്ന് അതിനുശേഷമാണ് പിന്നെ എല്ലാവരും വന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു സൗണ്ടാണ്. ഇപ്പോൾ ആരാ ഏതാ ചെയ്യുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. അതിന് വഴി കാണിച്ചത് റഹ്മാനാണ്. അത് വേറൊരു കാര്യം. പിന്നെ കേൾക്കാത്ത ടോണുകൾ, കേൾക്കാത്ത സാമ്പിൾസ് എല്ലാം വളരെ മനോഹരമായിട്ട്. കാര്യം ഉഗ്ര ഒരു എഞ്ചിനീയറും കൂടാണ് റഹ്മാൻ. നമ്മളത് പറയുമ്പോൾ അതെല്ലാം പറയണമല്ലോ. അത് പിന്നെ ഒരു ടോണൽ സെൻസ്, ഏത് ലേയേഴ്സ് തന്നെ റഹ്മാൻ്റെ ലേയേഴ്സ് എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. ചിലതൊക്കെ കേട്ടാൽ നമ്മുടെ അന്തപ്പെട്ടു പോകും. പിന്നെ ഒരു ഉഗ്രം കമ്പോസറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. എത്രയോ പാട്ടുകൾ നമ്മൾ ജനങ്ങൾ കേൾക്കാത്ത കുറേ പാട്ടുകളാണ് റഹ്മാൻ്റെ എനിക്കുള്ള ഫേവറേറ്റ്സ്. എത്ര നമ്മൾ കേട്ട് എന്താ പറയണ്ട ഒരു സന്തോഷം കൊണ്ടിട്ട്. കാര്യം നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളത്. പിന്നെ നല്ല മനുഷ്യനാണ്. മാലയെ മാറോടലിഞ്ഞും എന്നുള്ള പാട്ട് ശ്രീധർ നമ്മുടെ റഹ്മാനെ കേൾപ്പിച്ചിട്ട് റഹ്മാന് വല്ലാണ്ട് ഇഷ്ടമായി. അത് പ്രത്യേകം സുജിത്തിൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു. അതുപോലെ വേറെണ്ണം മായാമഞ്ചലിൽ എന്നുള്ള പാട്ട് കേട്ടിട്ട് കുറേ ഇഷ്ടമായിട്ടാണ് നമ്മുടെ വേണിച്ചേട്ടനെ പാടാൻ വിളിക്കുന്നത് റഹ്മാൻ. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ റഹ്മാനായിട്ടുണ്ട്. നമ്മൾ ആ ചെറുപ്പത്തിൽ കണ്ടതല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു പൊസിഷനിലെത്തിയതിന് ശേഷം കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്ലാനുണ്ട് റഹ്മാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഈ അടുത്ത് കാണും. അതൊരു സന്തോഷം. അപ്പോൾ റഹ്മാനെ ലവ് യു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് സാർ പറഞ്ഞ ഓർമ്മ, രാജാ സാറിന്റെ സ്റ്റുഡിയോ റഹ്മാൻ നടന്ന വഴിയേ ഏതൊക്കെയെന്ന് എൻ്റെ അടുത്ത് പറയാ. റഹ്മാന്റെ സ്റ്റുഡിയോ അത് കാണിച്ചു കൊടുത്തു. ഓക്കെ ചേച്ചി, ഞാൻ ഇതുവരെ റഹ്മാൻ സാറിനെ കണ്ടിട്ടില്ല, ചേച്ചി പരിചയപ്പെട്ടിട്ടുമില്ല. അപ്പൊ സാറിന്റെ വലിയൊരു ആരാധികയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അതിൻ്റെ കൂടെ ഓ പാലൻഹാരേ निर्गुण और न्यारे तुमरे बिन हमरा कौनो नाही हमरी उलझन सुलझाओ भगवन तुमरे बिन हमरा कौनो नाही. ഈ ഒരു പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സൂപ്പർ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ റഹ്മാൻ സർ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സാറിന് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ എന്തായാലും നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോവാം. നമുക്ക് രാജാ സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു യശ്. സംഗീതമേഘം തേൻ സിന്ദും നേരം ആകായം
நாளை என் கீதமே எங்கும் உலாவுமே, நாளை என் கீதமே எங்கும் உலாவுமே, என்றும் விழாவே என் வாழ்விலே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். போகும் பாதை தூரமே, வாழும் காலம் கொஞ்சமே, ஜீவ சுகம் பெற ராக நதியினில் நீ நீந்தவா. போகும் பாதை தூரமே, வாழும் காலம் கொஞ்சமே, ஜீவ சுகம் பெற ராக நதியினில் நீ நீந்தவா. இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன், இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன், கேளாய் பூமனமே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். உள்ளம் என்னும் ஊரிலே, பாடல் என்னும் தேரிலே, நாளும் கனவுகள் ராஜபவனிகள் போகின்றதே. உள்ளம் என்னும் ஊரிலே, பாடல் என்னும் தேரிலே, நாளும் கனவுகள் ராஜபவனிகள் போகின்றதே. எந்தன் மூச்சும் இந்த பாட்டும் அணையா விளக்கே, எந்தன் மூச்சும் இந்த பாட்டும் அணையா விளக்கே, கேளாய் பூமனமே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். நாளை என் கீதமே எங்கும் உலாவுமே, நாளை என் கீதமே எங்கும் உலாவுமே, என்றும் விழாவே என் வாழ்விலே. சங்கீத மேகம் தேன் சிந்தும் நேரம், ஆகாயம் பூக்கள் தூவும் காலம். യശിന് ജഡ്ജ്മെന്റ് ഒക്കെ വേണോ ചേച്ചി? ആവശ്യമില്ലല്ലോ. ഗോൾഡൻ മൈക്ക് ഒക്കെ കിട്ടി. അതാണ് എനിക്ക് വേണം. എനിക്ക് വേണം. യശ് അടിപൊളിയായിട്ട് പാടി. എന്ത് പറഞ്ഞു? ആ ഒരു ഗോൾഡൻ മൊമെന്റ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിൽ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് യശ്. എന്ത് പറഞ്ഞു വീട്ടിലൊക്കെ? അമ്മ കുറച്ച് ഒരു 5-10 സെക്കൻഡ് കുറച്ച് സ്പീച്ച്ലെസ് ആയിരുന്നു. ആണോ? പിന്നെ വീട്ടില് അങ്ങനെ എല്ലാവർക്കും ഇപ്പം പറഞ്ഞില്ല, കാരണം എപ്പിസോഡ് പെട്ടെന്ന് ടെലികാസ്റ്റ് ആവുന്നു. ഒരു സർപ്രൈസ് ആയിട്ടാണ് എല്ലാവരും വീട്ടിൽ കാണുന്നത്. പറഞ്ഞില്ല, അമ്മയ്ക്ക് മാത്രം പറഞ്ഞു. അമ്മയോട് മാത്രം പറഞ്ഞു. ഓക്കെ, ചോദിക്കാം നമുക്ക്. യെസ് ചേച്ചി. യശ് മാം, സോങ്ങിന്റെ ഡീറ്റെയിൽസ് പറയൂ. മാം, ഇത് ഉദയഗീതം ഫിലിമിലെ ഒരു പാട്ടാണ്. പാട്ട് കമ്പോസ് ചെയ്തത് ഇളയരാജ സർ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം സർ, വരികൾ വൈരമുത്തു സർ. ഓക്കെ. സെലക്ഷൻ എന്റെ സെലക്ഷൻ, യുവർ ഓൺ സെലക്ഷൻ. യെസ് മാം. ഈ യശ് പൊതുവെ വളരെ റെയർ ആയിട്ടുള്ള പാട്ടുകൾ അന്വേഷിച്ച് പോകുന്നതാണെന്ന് തോന്നുന്നു. റെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് വേദികളിൽ പാടി കേൾക്കാത്ത പാട്ടുകൾ. എന്താ, കേരളത്തിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ട് ആരും പാടി കേട്ടിട്ടില്ല ഒരു റിയാലിറ്റി ഷോയിലും. ഇത് എവിടെന്നാ, എങ്ങനെ? ജസ്റ്റ് ഒരു
പ്ലേലിസ്റ്റ് കേട്ടോണ്ട് പ്ലേലിസ്റ്റ്. അപ്പൊ അത്രയും ഒരു ഡൈഹാർഡ് ഫാനിന് മാത്രമേ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു പാട്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. യു റിയലി ലൈക്ക് രാജാ സർ. യെസ് മാം. അത് നമുക്ക് നമ്മളെപ്പോലെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ രാജാ സാറിനെ യശും സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ പാട്ടിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ സോങ് ആണ്. പിന്നെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ, ഫാന്റാസ്റ്റിക്. ഭയങ്കരനായിരുന്നു. നല്ല രസമുണ്ട് മോനെ പാടുന്ന കേൾക്കാൻ. എനിക്ക് ഇതില് 2-3 സജഷൻസ്, ഒരുപാട് തെറ്റെന്ന് പറയില്ല ഞാൻ, കാരണം നന്നായി തന്നെ പാടി. ഇതിനകത്ത് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ക്ലാരിറ്റി ഓഫ് നോട്ട്സ് ആവാമെന്ന് തോന്നി. ബിക്കോസ് ഈ സസ്റ്റെയിനില് ചില സസ്റ്റെയിന് വിടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന പോലെ ആ ഫിനിഷിങ് എന്താണെന്ന് മനസ്സിലാവണം. ആ ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് പാടുമോന്. സംഗീതമേഘം തേൻ സിന്ദും നേരം ആകായം പൂക്കൾ തൂവും കാലം. ഈ ഫസ്റ്റ് ലൈൻ തേൻ സിന്ദും നേരം, ആ നേരമിന്റെ എൻഡിൽ ഉണ്ടായിരുന്നത് എന്താണോ ആ നോട്ട്, അത് ക്ലിയർ ആയിരുന്നില്ല നേരത്തെ പാടുമ്പോൾ. ചിലത് അല്ല, ജസ്റ്റ് ടെല്ലിങ് യു, ആ കുറച്ചുകൂടി അതിനൊരു ആ നോട്ടിന് നമുക്കൊന്ന് കാണിക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ എംഫസൈസ് ചെയ്യാന്നുള്ളതല്ല, ബട്ട് എന്താ പാടുന്നതെന്ന് കൂടി ഒന്ന് ഫീൽ വന്നാലേ ആ നോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ കുറെ ഭാഗങ്ങൾ ആ എന്നൊക്കെയുള്ള അനുപല്ലവി ചരണത്തിലുള്ള ഫിനിഷിംഗ് ഒക്കെ, ദേ ആർ ഓൾ വെരി ബ്യൂട്ടിഫുൾ. നന്നായി പാടി. ബട്ട് അവിടെയും എനിക്ക് കുറച്ചുകൂടി ഒരു ഗെയിൻ ആവാമെന്ന് തോന്നി. അതർവൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ലാസ്റ്റ് പല്ലവിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ആൻഡ് ദ ഫസ്റ്റ് വണ്ണിലൊരു തപ്പലുണ്ടായിരുന്നു അല്ലേ? ഒരു തപ്പൽ എനിക്ക് ഫീൽ ചെയ്തു. ആ തപ്പൽ എന്തിനായിരുന്നെന്ന് എനിക്കറിയില്ല. നോട്ട് തപ്പിയതാണോ? ബിക്കോസ് അത് യു കുഡ് ഹാവ് ഈസിലി പാടായിരുന്നു അത്. അതിൻ്റെ തേർഡ് ഫ്രേസ് വരുമ്പോഴത്തേക്ക് ആ ഒരു കോഡ് പ്രോഗ്രഷൻ മാറുന്ന സ്ഥലത്ത് അവിടെ ഒരു തപ്പലുണ്ടായിരുന്നു. അത് കൃത്യമായി വന്ന് ലാൻഡ് ചെയ്തില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ടുവേർഡ്സ് ദി എൻഡ് അത് സൂപ്പർബായി. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കളയണം. ഓക്കെ, ഇതൊരു സൂപ്പർ സെലക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി ശരത് സർ, അവിടെ ഒരു പാവം കുട്ടി നിന്നൊരു പാടിയിരുന്നു ഒരു ലാലാല. അത് നമ്മുടെ കാർത്തികയാണോ? നന്നായിരുന്നു മോളെ. നല്ല പാട്ട്. താങ്ക് യു സോ മച്ച്. പാട്ട് നന്നായിട്ട് മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷെ ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഉദയഗീതം എന്നുള്ള ചിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിഞ്ഞൂടാ? രാജാ സാറിന്റെ 300ാമത്തെ പടമാണിത്. ഇതിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ രാജാ സാർ ഇങ്ങനെ നിൽക്കുന്നു, ഉദയഗീതം 300. ഇതായിരുന്നു പരസ്യം. അതിന്റെ നടനുമില്ല, നടിയുമില്ല, ആരുമില്ല. രാജാ സാറിന്റെ തല വെച്ചിട്ട് ഓടിയ പടമാണ്. സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ഈ പാട്ട് ഇല്ലാത്ത ഒരു ഗാനമേളകളും ഇല്ലായിരുന്നു. ഇപ്പോഴും SPB സാർ സ്ഥിരം പാടുന്ന പാട്ട്. ഇപ്പം എനിക്കുള്ള ഒരു ഭാഗ്യം, രാജാ സാറിൻ്റെ പ്രോഗ്രാം റിഹേഴ്സൽ നടക്കുമ്പോൾ അത് ഞാനില്ല, അവിടെ കാണാൻ പോയപ്പോൾ SPB സാർ ഈ പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്ന റിഹേഴ്സൽ. അയ്യോ, അത് ഒറിജിനലിനേക്കാളും മനോഹരമായിട്ട് പാടുന്നു. അത് അങ്ങനെ ഒരു മനുഷ്യൻ. രാജാ സാർ ഹാർമോണിയൊക്കെ വെച്ച് ഇരുന്ന് കേട്ട് രസിച്ചിരിക്കുന്നു. പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഇതിൽ ഈ ഫിലിമിലുള്ള വേറൊരു ഉഗ്രം പാട്ടുണ്ട്, അറിയാമോ? സാർ പറഞ്ഞോളൂ സാർ. എനിക്കറിഞ്ഞോളൂ. ഈ രാജാ സാറിൻ്റെ ഫാനാന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നോക്കണ്ടേ? പാട് നിലാവേ, അസാധ്യ പാട്ടാ, വണ്ടർഫുൾ കോമ്പസിഷൻ. കേൾക്കണം കേട്ടോ. മോഹൻ ഇന്നലെ നമ്മൾ പറഞ്ഞ മൈക്ക് മോഹനും രേവതിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ലക്ഷ്മി നടി. ഉഗ്രം പാടാണ് കേട്ടോ. അപ്പം അതൊക്കെ നോക്കണം. പിന്നെ നന്നായിട്ട് പാടി. എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ള ഈ നാളെ എൻ ഗീതമേ, അത് നാളെയല്ല, നാളെ നാളെ എൻ ഗീതമേ. ഓക്കെ സാർ. പിന്നെ ഈ അനുപല്ലവി പോകും പാതേ, ഇത് പാടാമോ? പോകും പാതൈ ദൂരമേ വാഴും കാലം കൊഞ്ചമേ ജീവസുഖം. അത് വേണ്ട. അത് വേണ്ട. ആ പുഷ് വേണ്ട. അതിന്റെ ക്യാരക്ടർ നഷ്ടമാവും. ഓക്കെ സാർ. ജീവസുഖം പെറരാഹ നദിയിനിൽ നീ നീന്തവാ. മതി. ജീവ വിത്തൗട്ട് ഡൈനാമിക്സ്. അത്രേ ഉള്ളൂ കേട്ടാ. അത് പിന്നെ இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன் இந்த தேகம் மறைந்தாலும். ആ ലാസ്റ്റ് നിർത്തുന്നത് കേളായി പൂമനമേ. കേളായി പൂമനമേ
അത്രേ ഉള്ളൂ. അവിടെ നിൽക്കണം കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങണ്ട. തരാരീരീരീ. മാവേണ്ടപ്പാ ഒരു തള്ളു ഓക്കെ സാർ. എല്ലാം ഇംഗ്ലീഷിലിട്ട് എഴുതിയിട്ട്. അളിയനോ എന്താണ്? അണയാ വിള. ആ അത് തന്നെ. അളിയനോ? ആ അണയാ വിളക്കെ പാടിയില്ലേ, അതും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ രാജാ സാറിന് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ, അത് അതിലില്ല. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ, രാജാ സാർ അറിയണ്ട. ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഈ ഒരു പാട്ട് സെലക്ഷൻ എനിക്ക് കുറേ ഇഷ്ടമായി. വണ്ടർഫുൾ സോങ്. എന്തൊക്കെയാലും യേശ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു സർ. MG സർ. യേശ് കുട്ടാ, യെസ് സാർ. ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ സാർ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. തുടക്കത്തില് തൂവും കാലം, സെക്കൻഡ് ലൈൻ ഓക്കെ സാർ. ചോദിച്ചായിരുന്നു ഇവിടെ? ഇല്ല. അപ്പൊ ഒന്ന് പാടി. ആകായം പൂക്കൾ തൂവും കാലം കാലം. പിന്നെ വന്ന് ഇപ്പൊ പറഞ്ഞ തന്നെ ജീവസുഖം, അത് പറഞ്ഞോ? യെസ് സർ. അപ്പൊ അത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്നു. പിന്നെ ഇന്ത ദേഹം, യെസ്, അത് കഴിഞ്ഞു. പിന്നെ ആ ഓ മരിനി പാപ്പ അവിടെ നിർത്തുന്നത്. ഓക്കെ സാർ. ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രസമായിട്ട് പാടി. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാജാ സാറിന്റെ ആ BGMs എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുക, പോയില്ല ഇതുവരെ നിൽക്കുക ഇങ്ങനെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാനുള്ളൊരു കാര്യം, എത്ര വയസ്സായി? 27. 27 വയസ്സായി. എന്തായാലും ഒരു കല്യാണമൊക്കെ കഴിക്കുമല്ലോ ഇല്ലയോ? സാർ ഓൾറെഡി അതിന്റെ ഇത് പറഞ്ഞല്ലോ, മറ്റേ പെണ്ണാലോചിക്കൽ. നമ്മളൊരു അദ്ദേഹത്തിന്റെ അമ്മ വന്നപ്പോ കുറെ നല്ല സ്വഭാവമൊക്കെ അതൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം ചോദിക്കും. ഓഹോ, പേഴ്സണലായിട്ട് എന്താണ്? അല്ല യശ് എന്തായാലും നല്ല പയ്യനാണ്. കാരണം ഒരു വൃത്തികേടുമില്ല, സ്വഭാവമൊന്നുമില്ല. അല്ല സാർ, നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെ നല്ല കുട്ടികളെ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇക്കാലത്ത്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ കാണും. എന്റെ മോളെ കൊണ്ട് യഷിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന കുടുംബങ്ങൾ കാണും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. യഷിന്റെ ഡിമാൻഡാണ് എന്താണെന്ന് അറിയാം. അതാണ് എനിക്കറിയേണ്ടത്. കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാവോ എന്റെ മോളെ യഷിനെ കൊണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ? കാണും, ഒരുപാട് പേർക്ക് നന്നായിട്ട് പാടും. ഒരു സെക്കൻഡ്, നന്നായിട്ട് പാടും, നന്നായിട്ട് എന്താണ് പാചകം ചെയ്യും, എല്ലാം ചെയ്യാൻ പാവം എല്ലാം. അത് ഒരു പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാം, അങ്ങനെയുള്ള എല്ലാം ചെയ്യും. കാരണം A to Z ആ കുട്ടിയെ വേദനിപ്പിക്കില്ല. അപ്പൊ യഷിന്റെ ഡിമാൻഡ് എന്താണ്? കുട്ടി എങ്ങനെയായിരിക്കണം? വേഗം പറയണോ എനിക്ക്, കാരണം സമയമില്ല. പ്രേക്ഷകരോട് പറഞ്ഞു അല്ല ഇതുവരെ ഹൈറ്റ് ഒക്കെ എത്ര? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു എന്നാലും ഒരു മനസ്സിൽ ആഗ്രഹം കാണുമല്ലോ. ഒരു പാട്ടുകാരനാണ്. ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോലഹൃദയനാണ്. ഒരു ലോലഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആശകൾ വിങ്ങി പൊട്ടി ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു പെണ്ണിന് എന്റെ അത്ര ഇത് വേണം, മെലിഞ്ഞിരിക്കണം, ആ മൂക്കൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കണം. എന്നാ പിന്നെ ആനയായിരിക്കുന്നല്ലോ. ഇല്ല, അണ്ണൻ എത്ര വീർപ്പ് മുട്ടിയിട്ടുണ്ടെന്നുള്ളതാ ഞാൻ ആലോചിച്ച് പറയുമ്പോഴേ. അതെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് യഷിനൊരു ഒരു ഗും വരാൻ വേണ്ടിട്ടാ പറയുന്നത്. യഷിന്റെ ഡിമാൻഡ്സ് പറയൂ. എന്താണ് 3 ഡിമാൻഡ്? കോംപ്ലിമെന്റിങ് ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പേഴ്സൺ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിൽ. അതെ, നമ്മളുടെ ഒരു സ്പേസ് ഒരു റെസ്പെക്ട് ചെയ്യാനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി. അത്രേ ഉള്ളൂ. കുക്ക് ചെയ്യണോ? നിർബന്ധമില്ല, എനിക്കറിയാം. വേണം. പിന്നെ അടുത്ത ഇതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കൂ, അതോ അങ്ങനെയൊന്നും വേണ്ട? കലാവാസന വേണോ? അതും നെസസറി അല്ല. എന്നാലും യഷിന്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അത് ഇല്ല, അവിടെ മാത്രമേ ഉള്ളൂ അല്ലെ ആഗ്രഹം. മെയിൻ ആയിട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. പിന്നെ നല്ലൊരു ഹ്യൂമൻ ബീങ്, അത്രേ ഉള്ളൂ. ഈശ്വരവിശ്വാസമൊക്കെ വേണം. ഈശ്വരവിശ്വാസം വേണം. യഷിന് വരും, തീർച്ചയായിട്ടും നല്ലൊരു കുട്ടി വരും. അന്ന് എന്നെ വിളിക്കണം കേട്ടോ കല്യാണം. 100% യെസ്. ഈ ക്ലിപ്പ് അയച്ച് കാണിക്കും. അപ്പൊ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അമൃത TVയിലേക്ക് കത്തെഴുതാം അല്ലേ?
ഞങ്ങൾ യശിനെ അറിയിക്കുന്നതായിരിക്കും. കെയർ ഓഫ് അമിതാഭ് ബച്ചൻ അതെ. എന്ന് അപ്പൊ പറഞ്ഞത്. യശിന്റെ ഡിമാൻഡ് സാർ ഒന്നുകൂടെ പറഞ്ഞേ സാർ. MG സാർ എന്തൊക്കെയായിരുന്നു? അതായത് പരസ്പര വിശ്വാസം, പരസ്പര വിശ്വാസം. പിന്നെ രണ്ടാമത് ഭക്ഷണം ഒന്നും വെക്കണ്ട, യശ് യശ് ഉണ്ടാക്കി നോക്കിക്കോളും. കൊടുത്തോളും. 3 റെസ്പെക്ട് ചെയ്യണം, അതെ. സംഗീതത്തിനെ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അതെ. 4ാമത് യഷിന്റെ സംഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആണ്. സിമ്പിൾ. പെട്ടെന്ന് ഇത്തരം വരട്ടെ, demands പെട്ടെന്നുണ്ടാകട്ടെ. അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. സമീപിക്കുക അമൃത TV സൂപ്പർ സ്റ്റാറിലേക്ക്. മാട്രിമോണി. അതെ. ഓക്കെ സെറ്റ്. യശിന്റെ കല്യാണം നടത്തുന്നു നമ്മൾ ഈ സീസൺ തീരുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് വെക്കാം. ലെറ്റ്സ് ഗോ. യെസ്. ഓക്കെ, MG സാർ 8.9. ശരത് സാർ നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ യശ്. താങ്ക് യു സർ. ഓക്കെ, ചേച്ചി 8.9. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ടോട്ടൽ 17.8. ഓക്കെ Thank you. യശ് ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും യശിന്റെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമ്മൾ കണ്ടു. രാജാ സാറിന്റെ ഒരു പാട്ട് കേട്ടു. ഇനി മനോഹരമായ നമുക്ക് പാട്ട്. സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്ക്. അതെ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രേയ. നാദങ്ങളായി നീ വരൂ, നാദങ്ങളായി നീ വരൂ. അങ്ങനെയല്ല, പിന്നെങ്ങനെയാ? ഞാൻ പറയണത് പോലെ അങ്ങ് പാടിച്ചാ മതി. നിസനി പകരിനി പസ. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. പ്രിയകരമൊരു നവഗീതം വിരിയണമതില്ലയ ഭാവം. പ്രിയകരമൊരു നവഗീതം വിരിയണമതില്ലയ ഭാവം. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. മധുര മധുര സ്വരധുരകളിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. കക്ഷി കരി സരി രി സരി പാ പനി പനി സനി സരി സരി കരി ക പനി സ. രി സനി രി സരി പ ക പനി സരി പനി പഗ പഗരി ഗരി സരി സാ. മധുര മധുര സ്വര നിരകൾ വിളയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. മോഹം പുളകതരമോദം, മോഹം പുളകതരമോദം. നാദങ്ങളായി നീ വരൂ,
വിടരുമുഷമലരിക്കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം തൊഴുതു വിടരുമുഷമലരിക്കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തേൻ തരൂ ശ്രേയ, ചേച്ചി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. പിന്നെ ഡ്രസ്സും ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായിരുന്നു അത് അശ്വിൻ? ഒന്നുകൂടെ പറയോ? ആ ഒരു സീൻ ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യൂ പ്ലീസ്. അങ്ങനെയല്ല, പിന്നെങ്ങനെയാ? ഞാൻ പറയണത് പോലെ അങ്ങ് പാടിച്ചാ മതി. ഓക്കെ, അപ്പൊ പാട്ട് എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ശരത് സർ. നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് കണ്ണൂരാജൻ മാസ്റ്ററാണ്. സന്തോഷം. ലിറിക്സ് ചെയ്തിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ്. സന്തോഷം. പിന്നെ പാടിയത് ചിത്രാമ്മ. കൊറേ സന്തോഷം. സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ഫിലിമിലെ വേറെ ഏതെങ്കിലും പാട്ട് അറിയാവോ? ഇല്ല സർ. അറിഞ്ഞൂടെ? എന്താണ് ഇങ്ങനെ? ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. എന്തോ എന്ത് സൂപ്പർ ഹിറ്റ് പാട്ടാണ്. അതല്ല മനോഹരമായിട്ടൊരു ആ പാട്ടാണ്. സിനിമയെത്തി എന്നുള്ളത് അറിയില്ല. അറിയില്ല, പക്ഷേ എനിക്ക് ആ പാട്ട് അറിയാം. നന്നായി ശ്രേയ, നന്നായിട്ട് പാടി ശ്രേയ. താങ്ക് യു സർ. പക്ഷേ ശ്രേയക്ക് ഒരു ഗുരുത്വമില്ല. കാര്യം ഒരു ഗുരു നിന്നെയാണ് ഞാൻ കണ്ടത്. കാര്യം അങ്ങനല്ല, ഞാൻ പറയുന്ന പോലെ പാടിയാ മതി എന്ന് പറഞ്ഞ ഒരു ആലാപ്പ് അങ്ങനെയൊന്നും ഗുരു പറഞ്ഞിട്ടേ. എനിക്കത് തോന്നി. കാരണം ഞാൻ പറയുന്ന പോലെ പാടിയാ മതി എന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരി ഒരു അതെന്താണ് അങ്ങനെ? അതെനിക്ക് അറിയില്ല സർ. എന്താ അങ്ങനെ പറയരുത്. കാര്യം ഒരു ഗുരു പറയുന്നത് കേൾക്കണം. ഓക്കെ സർ. ആ ഗുരു പറഞ്ഞത് ഒരു വൃത്തികെട്ട ടോണിലാണെങ്കിൽ അത് കേൾക്കാനുള്ള കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ അവിടുന്ന് മാർക്ക് കുറയ്ക്കില്ലേ? ഞങ്ങള് കുറയ്ക്കത്തില്ല. ഞങ്ങള് ഗുരു നിന്നെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ശരിയല്ല. അതാ വേറൊന്നുമല്ല, അശ്വിനെ ഗുരുവായിട്ട് കാണുന്നില്ല. അതാണ് അശ്വിനെ ഒരു ഗുരുവായിട്ടാ കാണുന്നത് അല്ലേ? അശ്വിൻ ഗുരു. അശ്വിനെ നന്നായിരുന്നു അശ്വിൻ. അപ്പൊ അതൊക്കെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. ഈ ലോ പോർഷൻ ആണ് എനിക്കൊരു പ്രോബ്ലം തോന്നി തുടക്കത്തില് കേട്ടോ. പിന്നെ അത് ശരിയായി. പിന്നെ പ്രിയകരമോ അത് ഒരു സുഖമായില്ലേ? പാടണ്ട, അതൊരു സുഖമായല്ലോ. പിന്നെ ശരിയായി. അതെന്താണത് അങ്ങനെ പറ്റുന്നത്? നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, പക്കായിട്ട് നിന്ന് അവിടെ പാടണ്ടേ? പിന്നെ അതൊന്ന് ഫൈനാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആലാപ്പ് വന്നില്ല ചരണത്തില്. അത് കുഴപ്പമില്ല. അത് അതെന്താണ് അവിടെ? അത് കൃത്യമാവണം. ഓക്കെ സർ. അത് എന്താണെങ്കിലും പാട്ടുകാർക്ക് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത് ശ്രദ്ധിച്ചോണ്ടാ മതി. ഓക്കെ സർ. പിന്നെ പ്രിയതരമൊരു നവഗീതം അങ്ങനെ ഒരു സിംഗപ്പേഷൻ ഇല്ലേ? അത് എന്റെ തലയിൽ കിടക്കുന്നതാണോ? അത് അങ്ങനെ ഉള്ളതായിട്ട് ഭാവമൊക്കെ ഈ ഗീതം തക്കിട്ടത്വം എന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശ്രദ്ധിച്ചോളുക കേട്ടോ, അത്രയൊക്കെ ഉള്ളു. പിന്നെ എൻ്റെ അമ്മായിയച്ഛൻ്റെ പാട്ടെടുത്തോണ്ടൊന്ന് പാടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. കുറേ സന്തോഷം.
കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഈ ചിത്രത്തിൽ വേറെ പാട്ടുകളാണ് എൻ്റെ ഫേവറേറ്റ്സ്. അത് ഉള്ള കാര്യം പറയാറ്. അത് കുഴപ്പമില്ല. ഇത് സീതയ്ക്ക് ഇഷ്ടമാണ് കുറെ പാട്ട്. സീതാന്റിക്ക് വേണ്ടി ഇത് അവിടെ അച്ഛൻ ചെയ്ത എല്ലാം ഇഷ്ടമാണ്. അത് അങ്ങനെ ഒരു മകളാണ്. ഒരു നിവർത്തിയില്ല. ഏത് പാട്ടാണ് ഇവര് ഇപ്പം വലിയ ക്വാളിറ്റി ഇല്ലാത്ത പാട്ടാണ് ചുമ്മാ പാടിയിട്ട് ഇതിൻ്റെ അച്ഛൻ ചെയ്ത ഒരു മനോഹര ശരത്തേട്ടാ എന്ന് പറയുന്നത് ഒരു അച്ഛൻ കുട്ടിയാണ്. അപ്പൊ എന്തൊക്കെയാലും ഈ ഒരു പാട്ട് പാടിയാൽ കുറെ സന്തോഷം. ഞാൻ ഈ പാട്ട് സീതാന്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു. ആയിക്കോട്ടെ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സർ. കാണാതിരിക്കുമല്ലോ. ഞാൻ മെസ്സേജ് അയച്ചോളാം സീതാന്റിക്ക്. ഓക്കെ MG സർ. മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ അശ്വിന്റെ ആ ഒരു കമാൻഡിങ് അത് നന്നായിരുന്നു. പാടാൻ എന്നൊക്കെ പറയുന്നത് അത് സംഭവം കൊള്ളാം. കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയാല് സ്ത്രീകളല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ്. പിന്നെ മോള് പാടിയത് നന്നായിരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് എനിക്ക് ഈ നാദങ്ങളായി നീ വരൂ തേൻ തരൂ ആ പോർഷൻ ഒന്ന് ക്ലാരിറ്റിയോടുകൂടി ഒന്ന് പാടിക്കുന്നു. നാദങ്ങളായി നീ വരൂ, നീ നീ വരൂ, നീ വരൂ, നീ വരൂ, നീ വരൂ, ശ്രുതിയിൽ നീ വരൂ, സനിപ്പാ സനിപാ നീ വരൂ, തേൻ തരൂ, തേൻ തരൂ. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു മെലഡി ഉണ്ടോ അതിനകത്ത്? തേൻ തരൂ അങ്ങനെ പോവാണോ? കുറച്ച് മെലഡി ഉണ്ട്. ആ കുറച്ച് ഒരു ഭംഗി ഇരുന്നോട്ടെ. പിന്നെ ആ സ്വരസ്ഥാനങ്ങളിൽ സരി ഗപനി ഗപനി സ ആ ഒരു എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ ആദ്യത്തെ സ്ലോട്ടിൽ ഒന്ന് പാടിക്കത്. ഗരി ഗരി ആ ഇപ്പൊ കറക്റ്റായി. അതിന് ആ സ്വരസ്ഥാനത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ തൊഴുതു, പിന്നെ ഇപ്പൊ പാടിച്ചില്ല ആലാപനം. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നന്നായിരുന്നു കേട്ടോ. നല്ല വോയിസ്, നല്ല എന്താണ് ഒരു സുഖം ഉണ്ടായിരുന്നു പാടുന്നത് കേൾക്കാൻ. പിന്നെ കണ്ണൂരായ മാഷെ പറ്റി പറയേണ്ട കാര്യമില്ല. എത്ര പാട്ടുകളാണ് അദ്ദേഹത്തിന്. ആ എല്ലാം എത്ര പാട്ടുകൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം സുവർണ്ണ നിമിഷം. അത് ഒരു ഒന്നൊന്നര പാട്ടാണ്. പിന്നെ ഇത് തന്നെ ഈ ഇളമഞ്ഞിൻ ആ പാട്ടില് എന്റെ ഗാനമേളയായിരുന്നു അന്ന്. ആ സ്റ്റേജിൽ സെനറ്റ് ഹാളിൽ എന്റെ ഗാനമേള നടത്തിയിട്ട് അവർ ഷൂട്ട് ചെയ്തു. അപ്പൊ ഓഡിയൻസിന്റെ റിയാക്ഷൻസും ബാക്കി ഓർക്കസ്ട്രയുടെ എല്ലാം എടുത്തിട്ട് എന്നെ എടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ട് പകരം മറ്റേ കർപ്പകവല്ലി, അവരുടെ പേരെന്താ വേറെ പ്രിയ, അവരുടെ ശരിക്കുള്ള പേര് കർപ്പകവല്ലി എന്നാ. പ്രിയ വരുന്നു. എന്നിട്ട് രാത്രിയിൽ ഇതുപോലെ മോഹൻലാലിനെ സ്റ്റാബ് ചെയ്തിട്ട് ആ സ്റ്റേജിൽ വരുന്നു. ഞങ്ങൾ 2:30-3 മണിയായി അവിടെ നിന്ന് പോയപ്പോഴും ഈ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴും ഈ പാട്ടുണ്ട്. എന്താ പാട്ട് അത്! ജാനകി അമ്മയും ദാസേട്ടനും അയ്യോ അയ്യോ ഓ. അങ്ങനെ ഓർമ്മകൾ വീണ്ടും തന്നതിന് നന്ദി. നന്നായിട്ട് പാടി. ഗുഡ് ലക്ക്. ചേച്ചി ശ്രേയ, ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മോളുടെ ഡ്രസ്സ്. സ്ത്രീകൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ബ്ലാക്കും റെഡും കോമ്പിനേഷൻ. അത് നല്ല ഭംഗിയുണ്ട് കാണാനും, സുന്ദരിയായിട്ടുണ്ട്. മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ? അതെ. ഓ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, അടിപൊളി. ശരിക്കും കാണാനും ആ ചിരിച്ച് പാടിയതും എല്ലാം മനോഹരമായിരുന്നു. ഡാൻസ് ചെയ്ത ആ കുട്ടിയും വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഓറഞ്ച് വാച്ചിട്ട മാഷ് ഗുരു കലക്കി, സൂപ്പറായിരുന്നു. എനിക്ക് ആ പറഞ്ഞതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണ് അപ്പൊ നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. ഇനി ഒരു ദിവസം ഇവിടെ ആ കോൺഫിഡൻസ് ഒരു ഡാൻസിലൂടെ തെളിയിക്കാം. ഓക്കെ. പിന്നെ മോളെ പാട്ട് എന്ത് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. പിന്നെ ഞങ്ങൾ കണ്ണൂർക്കാർക്കുള്ള ഒരു അഭിമാനം, ഞങ്ങളുടെ അഭിമാനമാണ് കണ്ണൂർ രാജൻ സാർ. അപ്പം എത്ര മനോഹരമായ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ഇതിനൊന്നും ഒരു മരണമില്ല. ഈ പാട്ട് ഇത് ഇനിയും എല്ലാ കാലങ്ങളിലും നിലനിൽക്കും. അതിലുള്ള ഒരു മുത്ത് എടുത്തു കൊണ്ടുവന്നു മോള്. അത് നന്നായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചില പോർഷൻസ് പാടുമ്പോൾ ഈ താഴത്തെ പോർഷൻസ് പാടി വരുമ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊരു അടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ബേസ് പ്രശ്നമുണ്ട്. ഞാനിപ്പം അച്ഛനോട് ചോദിച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിയായി വരുന്നുണ്ട്. ശരിയാക്കി എടുക്കുക അത്. കാരണം അത് മാത്രം എനിക്ക് തോന്നിയത്. അല്ലാതെ മോള് നന്നായിട്ട് തന്നെ പാടി. ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഓക്കെ, മാക്സ് ചോദിക്കാം. MG സർ. ഓ പഴോ. എങ്കിൽ എന്നോട് പറ.
ഐ ലവ് യു. I love you, sir. പറയട്ടെ? ഒരു 8.8. അല്ല അല്ലേ? അല്ല, കാരണം എനിക്ക് പാടിയത് ഇഷ്ടപ്പെട്ടു. ആണോ? എന്നാ 8 അല്ല എന്നാ 9. യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കാരണം ആ ലോവർ പോർഷൻ മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു വലിയ സീരിയസ് മിസ്റ്റേക്ക്. കോമ്പറ്റീഷൻ അല്ലേ, പാടുമ്പോൾ ശൈലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവും. എന്നാലും ആ ലോവർ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. താങ്ക് യു സർ. ശരത് സർ, ചേച്ചി മോളെ എനിക്കും ഇതേപോലെ സെയിം അഭിപ്രായമാണ്. ആ ലോവർ പോർഷൻസ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യണം. തുടക്കത്തിലുള്ള ഹമ്മിങ് അതല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. 9 മാർക്സ്. ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ. കണ്ണങ്ങ് നിറഞ്ഞൊഴുകും അവളുടെ സന്തോഷം കണ്ട്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തത് രാജാ സാറിന്റെ ഒരു പാട്ട്. വീണ്ടും നമ്മുടെ സ്വന്തം രാജാ സാർ. യെസ്. അപ്പൊ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു ഹന. நீதானே புன்னகை மன்னன் உன் ராணி
നൈസ്. താങ്ക് യു ഹനക്കുട്ടി ചേച്ചി. സൂപ്പർ ആയിട്ട് പാടിയല്ലോ. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഹനക്ക് എന്താ തോന്നിയേ? നന്നായിട്ട് പെർഫോം. കാരണം ലാസ്റ്റ് പെർഫോമൻസ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. ഈ പെർഫോമൻസ് എങ്ങനെ അത് ഉണ്ടായിരുന്നു? വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല. കുഴപ്പമില്ല, ബെറ്റർ ആണ്. ജഡ്ജസിനോട് ചോദിക്കാം. MG സർ. ഹന, ഓ സാർ. നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. താങ്ക് യു സാർ. ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. കുറേ ഭാഗങ്ങൾ നന്നായിരുന്നു. കുറേ നല്ല ഏറെക്കുറെ ഭാഗങ്ങൾ നന്നായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സംഗതിയുടെ ഒരു ഗതിയുണ്ട്. മൃഗയല്ല, എന്നാ ആ സംഗതിയുടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മാത്രമാണ് പല സ്ഥലത്തും നഷ്ടപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന് പാടി വരാം പല്ലവിയുടെ എൻഡ് പോർഷൻ. അത് കുറച്ച് ശ്രുതി. ഓക്കെ, അതിന്റെ അനുപല്ലയുടെ എൻഡ് ഒന്ന് പാടിക്കേ. അവിടെ ഒരു സംഗതി വരുന്നുണ്ട്, അത് ആ സംഗതി ഇല്ല. അതിന്റെ ബ്യൂട്ടി എവിടാണ്? കാരണം ഈ പാട്ട് നല്ല എന്താണ് തങ്കൻ തക്ക് തക്കൻ തങ്കൻ തങ്ക് ഇങ്ങനെ കിടക്കല്. ഏതേതോ തരാരി. അപ്പൊ ആ സംഗതി എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ബ്യൂട്ടി അങ്ങ് പോവും. അതുപോലെ തന്നെ ചരണത്തിലും ഇതേ സ്ഥലം മോക്ക് അതൊരു എന്താണ് പറയുന്നത്, അത് മോൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? അത് സ്ലോ ആയിട്ട് പാടി നോക്കിയെന്ന്. അങ്ങനെയാണ് പഠിച്ചത്. അത് കുറച്ച് സ്ലോ ആക്കാനാ ഞാൻ പറയുന്നത് ആ സംഗതി. ഏകദേശം വന്നു. അതാണ് ഈ പാട്ടിന് യോജിച്ചിരിക്കുന്ന ഒരു സംഗതി. മോള് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എന്താ നീയെ അണയ്ക്കവ അതൊന്ന് പഠിക്കുന്നത്. അത് ആ സംഗതി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല. ആണോ ഉണ്ടാക്കി? ഫിനിഷ് കറക്റ്റ് ആയാൽ മതി. അതെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മോളെ, ശ്രദ്ധിക്കണേ. എന്നാലും നേരത്തെ ഉള്ള പെർഫോമൻസിനെക്കാട്ടിൽ വളരെ ബെറ്റർ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട്. നന്നായിട്ട് പാടി മോള് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹന സർ, എന്തൊരു അസാധ്യ കോമ്പസിഷനാണ്. ഒരു നിവർത്തിയില്ല. പ്ലിംപ്ലാങ് ബ്ലിങ് ബ്ലിങ് എന്ന് തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ നിലവിളിയാ തമിഴ്നാട്ടില്. അസാധ്യ കോമ്പസിഷൻ മോളെ. ഈ അങ്ങ് കയറുക, മേപ്പോട്ട് വളർന്നങ്ങ് പോവുക, പന്തലിക്കുക. അങ്ങനെ വരരുത്, അവിടെ തന്നെ നിർത്തിക്കോ കേട്ടോ. പിന്നെ ചിലകാലമായി നാനും അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? അത് ഒന്ന് സൂചിപ്പ. അവിടെ ബൃഹാ പാടരുത്, ചില ആകാരം പാടേണ്ട സ്ഥലത്ത് അതേ പാടാവോ കേട്ടോ. നീ മതി. കുഴപ്പമില്ല. പിന്നെ തൂക്കം വിഴിക്കരേൻ ഒന്ന് പാടാമോ മോളെ? തൂക്കം അതൊന്ന് ആക്കിക്കോണം. അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്തേക്ക. അതിനാന്ന് പാടാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഏനോ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഞാനിത് ഇത്ര പറഞ്ഞത് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. എനിക്ക് കുറെ ഇഷ്ടമായി പാടിയത്. ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു സർ. ചേച്ചി ഹന മാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു മാം. ഇത് ഈ പാടിയ പോർഷൻസ് ഇല്ലേ, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി എല്ലാവരും കൂടി ഇരുന്ന് ഒരേ സമയത്ത് ആഹാ നാക്കി. ആ സില പൂക്കൾ താനേ
അവിടെയൊക്കെ മോൾ നന്നായിട്ട് ആ വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ, സ്വീറ്റ് ആയിരുന്നു ശരിക്കും. മോളുടെ ശബ്ദത്തിൽ ഈ പാട്ട് വളരെ ക്യൂട്ടായി. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജാ സാറിൻ്റെ കടുത്ത ആരാധകരായത് കൊണ്ട് നമ്മൾ ആ ഒരു അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ പാടാൻ വേണ്ടിയിട്ടാണ്. അത് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മാജിക് കൂടുന്നത്. പിന്നെ സൂപ്പർ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. ഓരോ പോർഷൻസും ശരിക്കും ആ രാജാ സാറിൻ്റെ മാജിക്, ഈ നമ്മുടെ ഈ ഫുഡിനകത്ത് മാജിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ മ്യൂസിക് മാജിക് അദ്ദേഹത്തിൻ്റെ. അത് മോളാണെങ്കിൽ നന്നായിട്ട് പാടി. എനിക്ക് ഹന തന്നെ പറഞ്ഞു ആദ്യം, ഇതിന് മുന്നേ പാടിയതിനേക്കാളും ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സത്യമാണ് മോളു, സത്യമാണത്, നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനൊരു ക്ലാരിറ്റി വരാം. ഇപ്പം നാനേ, ആ പല്ലവിയിലുള്ള നാനേ, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവണോടാ സംഗതി. അത് വരുന്നില്ല അവിടെ. അത് മോളെ ഉള്ളിലുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് ക്ലാസിക്കൽ പോലെയുള്ള സംഗതി എന്നല്ല പറയുന്നത്. അതിനൊരു ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആ സംഗതിക്ക്. അത് വരണം. അത് മോൾ അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഈ രാജസാറിൻ്റെ പാട്ടുകളിലൊക്കെ ഈ ഫിനിഷിങ്സ് ഉണ്ട്. എല്ലാ ലൈനിനും ഒരു പ്രത്യേക ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത്. പിന്നെ ഒരുപാട് സ്വീറ്റായിട്ട് സോൾഫുൾ ആയിട്ടാണ് നമ്മുടെ ചിത്ര ചേച്ചി പാടിയത്. പറയാതിരിക്കാൻ വയ്യ. ചിത്ര ചേച്ചിയുടെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണിത്. അപ്പോൾ മോൾ ഈ പാട്ട് കൊണ്ടുവന്ന് ചേച്ചിയെ ഓർമ്മിപ്പിച്ചതിൽ ഒരുപാട് നന്ദി. അതുമാത്രമല്ല മോൾ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ഇനിയും നന്നാവട്ടെ. ഓക്കെ, അപ്പൊ മാർക്സ് ചോദിക്കാം. ചേച്ചി ഹനക്കി പെർഫോമൻസിന് 8.8. താങ്ക് യു മാം. ചേച്ചി. ശരത് സാർ ഇട്ടോ സാർ? ഞാനും അത് തന്നെ. MT സാർ? So 8.8. താങ്ക് യു സർ. Okay, so total 17.6. Super. താങ്ക് യു. Okay, all the best. Ni pa ma ga sa sa